ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിശയനാട്ടാ. അതിശയൻ്റെ പാർട്ട് 2 വന്നാൽ എങ്ങനെ ഇരിക്കുന്നാവും. അപ്പോൾ അതിശയന് ഫസ്റ്റിൽ നമുക്ക് കാണിച്ചു തരുന്നത് ദേവൻ കടലിൻ്റെ ആഴത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ. അവർക്കാർക്കും ഒരു ബുദ്ധിമുട്ടും വരരുതെന്ന് കരുതിയിട്ടാണ് അവൻ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത്. അതാണ് നമുക്ക് ഫസ്റ്റ് മൂവിയിൽ കാണിച്ചു തരുന്നത്. അങ്ങനെ ദേവൻ തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ച് മായ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് പോയി. മായയുടെയും റോയിയുടെയും കല്യാണം കഴിഞ്ഞു. അവർക്ക് 2 മക്കളുണ്ട്. മായ വളർത്തിയ കുട്ടികൾ വലുതായി ജോലിയൊക്കെ മാറി താമസിക്കുകയാണ്. കിങ്ങിണി ഇപ്പോൾ MBBSന് പഠിക്കുകയാണ്. ദേവൻ തിരിച്ചു വരാനായി മായ എന്നും അമ്പലത്തിൽ പോകാറുണ്ട്. വർഷങ്ങളോളം ദേവൻ കടലിൻ്റെ ആഴങ്ങളിൽ ഒളിച്ചു താമസിക്കുകയാണ്. പക്ഷെ അവൻ്റെ മായ ചേച്ചിയെയും കൂട്ടുകാരെയും അവൻ മറന്നിട്ടില്ല. ദേവൻ പോയതിൽ പിന്നെ മായ കടലിൻ്റെ തീരത്ത് വീട് വെച്ചു. രാമനും സോമനും അവരുടെ കൂടെ അവിടെ കൂടി. കടലിൻ്റെ ഓരത്ത് ദേവനെ കാത്ത് മായ ഇരിക്കുമായിരുന്നു. അവൻ്റെ ഫോട്ടോ കയ്യിലുണ്ട്. 15 വർഷം കഴിഞ്ഞിരിക്കുന്നു. റോയിയും മക്കളും അവളെ ചിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അവൾ കടലിലേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് കടലിൽ നിന്ന് ഭീകരമായ ഒരു രൂപം പുറത്തു വന്നു. റോയിയും മക്കളും പിറകോട്ട് മാറി നിന്നു. മായ മാത്രം മുന്നോട്ട് നിന്നു. അവളുടെ മനസ്സ് പറഞ്ഞു, അവൻ വന്നിരിക്കുന്നു. ആ രൂപം അവളുടെ അടുത്തേക്ക് വന്നു. ഓരോ ചുവടിലും അവൻ്റെ രൂപം ചെറുതായി വന്നു. പതിയെ പഴയ രൂപമായി അവൻ്റെ രൂപം സുന്ദര യുവാവായി മാറി. അവളുടെ അടുത്തേക്ക് വന്നു. അതെ, ഇത് ദേവൻ തന്നെ. മായ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. റോയിയും രാമവും ഓടി വന്നു അവനെ കെട്ടിപ്പിടിച്ചു. എങ്ങനെയുണ്ട് അതിശയൻ 2? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ മറക്കല്ലേ.